കുഴപ്പമില്ല. സ്പീക്കിംഗ് ഇങ്ങനെ വരട്ടെ, അപ്പോഴാ ശരിയാവും. ആ ഒരു അല്ലെങ്കിൽ എനിക്കത് എന്താണ് ഓക്കെയാണ്, ഇത് കുറഞ്ഞ സമയമല്ലേ, അതുകൊണ്ട് വിസാറ ഹുക്കൂമ എന്നൊക്കെ പറഞ്ഞ് പോയാൽ മതി. ഹുക്കൂമ എന്ന് പറയണം, അവരുടേത് പോലെ തന്നെ ആവാം അല്ലെ. ഹുക്കൂമ. യെസ് യെസ് യെസ്, മാഷാ അല്ലാഹ്. നഅം. ഓക്കെ. വൊക്കാബുലറി PDF നോക്കാം കേട്ടോ. ഇന്ന് ഇത് കിട്ടും. ഇതിന്റെ PDF നോക്കാം, നമുക്ക് അതോറിറ്റിയായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ഓക്കെ. നഅം. ഓക്കെ. ഹുക്കൂമ, ഹുക്കൂമി. പ്രൈവറ്റ്, സ്പെഷ്യൽ, പേഴ്സണൽ. പ്രൈവറ്റ്, സ്പെഷ്യൽ, പേഴ്സണൽ. എല്ലാത്തിനും എന്താ പറയാ? ഖാസ്. ഖാസ്. പ്രൈവറ്റ്. പേഴ്സണലിനൊക്കെ എന്താ പറയാ? ഖാസ്. ഖാസ്. തമാം. ഖാസ്. ഖാസ്. ഓക്കെ. ഹെൽത്ത്, സിഹ. ഇപ്പോഴിവിടെ നമുക്ക് പറയാം മുസ്തഷ്ഫ ഖാസ്, ഇയാദ ഖാസ്. ഓക്കെ, ഷുവർ യാ ഷെയ്ഖ് ആങ്ക്. ഓക്കെ. മിനി ഹിസാബ് ടുഡേ ക്ലാസ്. ഓക്കെ. ഇല്ല, ഫാർമസി എന്നുള്ളിടത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മൾ ഇന്ന് വൊക്കാബുലറീസും അതേപോലെ മെഡിക്കലിലെ കുറച്ച് ടേംസും കണ്ടീഷൻസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ ഇതെല്ലാം തീർക്കാൻ കഴിയും. പക്ഷെ ഫാസ്റ്റിൽ പോയിട്ട് കാര്യമില്ല അല്ലെ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവല്ലേ നല്ലത്. സ്ലോവലി സ്ലോവലി പോവാ അല്ലെ. യെസ്. ഓക്കെ. ഓക്കെ, നോക്കാം. അപ്പോഴേ ഇവിടെ നോക്കിയേ, എന്താ നമ്മൾ പറഞ്ഞേ? വിസാറ പറഞ്ഞു അല്ലെ. വിസാറ. വിസാറ. ഹെൽത്തിന് എന്താ പറയാ? സിഹ. സിഹ. ഹെൽത്ത്. സിഹ. സിഹ. ഹെൽത്ത്. ഓക്കെ. യെസ്, ഷുവർ. ഓക്കെ. സിഹ, ഹെൽത്ത്. അപ്പോഴ് വിസാറത്ത് സിഹ എന്നാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് പറയാ. വിസാറത്ത് സിഹ. ഹെൽത്ത് മിനിസ്റ്റർക്ക് എന്താ പറയാ? വിസാറത്ത് സിഹ. വിസാറത്ത് സിഹ. വിസാറത്ത് സിഹ. തമാം. ഹെൽത്ത് സെന്റർ, മർക്കസു സിഹ. ഹെൽത്ത് സെന്റർ, മർക്കസു സിഹ. മർക്കസു സിഹ. തമാം. മർക്കസു സിഹ, ഹെൽത്ത് സെന്റർ. ഡിപ്പാർട്ട്മെന്റ്, ഗിസം. എന്ത് പറയും? ഗിസം, ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. ഹെൽത്ത് സെന്റർ എന്താ? മർക്കസു സിഹ. മർക്കസു സിഹ. അത് പിന്നെ PDF ഷെയർ ചെയ്യുമെന്ന് ഞാനല്ല നോക്കേണ്ടത്, അത് അക്കാദമി ചോദിക്കണം കേട്ടോ. നമുക്ക് നോക്കാം, റെക്കോർഡ് ഉണ്ടാവും, ക്ലാസ് റെക്കോർഡ്. ഓക്കെ. മർക്കസു സിഹ. മർക്കസ് സിഹ. ഇവിടെ നമ്മളെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്നറിയോ? അറബിക് യൂണിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിലുള്ള ട്യൂട്ടേഴ്സ്, ട്രെയിനേഴ്സ് ഒക്കെ അറബികളോടൊപ്പം ലൈവായിട്ട് നിന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്പോക്കൺ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ലിറ്ററേച്ചർ ലാംഗ്വേജ് ഉണ്ടാവില്ല. ആരെങ്കിലും ലിറ്ററേച്ചർ ലാംഗ്വേജിൽ ഇതൊക്കെ പഠിച്ചു വന്നത് അതൊക്കെ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്ന് വിചാരിക്കരുത്. കാരണം ഓൺലി സ്പോക്കൺ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. സ്പോക്കണിലെ ശൈലി മാത്രമാണ് പറയുന്നത്. ഓക്കെ. മർക്കസു സിഹ. ഡിപ്പാർട്ട്മെന്റ് എന്താ? ഗിസം. ഗിസം. പ്ലൂരൽ അഖ്സാം. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയാൻ അഖ്സാം. അഖ്സാം. ഗിസ്മ് ഡിപ്പാർട്ട്മെന്റ്, അഖ്സാം ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ. ആംബുലൻസ്, ഇസ്ആഫ്. എന്ത് പറയും? ഇസ്ആഫ്. ആംബുലൻസ്. ഇസ്ആഫ്. റെഡിയാണോ? ഇസ്ആഫ്, ആംബുലൻസ്. ICU, ഇനായ. ഓക്കെ. എന്താ പറയാ? ഇനായ. ICU. ICUവിന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? വഹ്ദത്ത് ഇനായത്തു മുറക്കസ എന്നാണ് ICUവിന്റെ ഫുൾ ഫോം. ഇനായ, വഹ്ദത്ത് ഇനായത്ത് മുറക്കസ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് വിഷയം തീരും. അതുകൊണ്ട് പൊതുവെ സ്പോക്കണിൽ പറയാ ഇനായ എന്നാണ് കേട്ടോ. ഓക്കെ. ഇനായ. ഇനായ. ലബോറട്ടറി, ഗുർഫത്തുൽ മുഖ്തബർ. ശരിക്കും മുഖ്തബർ എന്ന് മാത്രം പറയാട്ടോ. മുഖ്തബർ പറയണ്ടോ? പറയണേ. മുഖ്തബർ. മുഖ്തബർ. ഓക്കെ. മുഖ്തബറിന്റെ മീനിങ് എന്താ? ലബോറട്ടറി. ഗുർഫ എന്ന് പറഞ്ഞാൽ റൂം എന്നാണ്. ഗുർഫത്തുൽ മുഖ്തബർ എന്നാണ് പൊതുവെ പറയാ. ഇനി മുഖ്തബർ എന്ന് മാത്രവും പറയാട്ടോ. മുഖ്തബർ.
മുഖ്തബർ, മുഖ്തബർ. ഓക്കെ. വാർഡ് ജനാഹ്, എന്താ പറയാ? ജനാഹ് വാർഡ്. തമാം, ജനാഹ് വാർഡ്. ലബോറട്ടറി റൂം എന്നാവും, പക്ഷെ അതാണ് പറയാ ഗുർഫത്തുൽ മുഖ്തബർ എന്നാണ് പൊതുവെ പറയാ. റൂം എന്നുള്ളത് അതിന്റെ കൂടെ പറയുവാണ് കേട്ടോ. ജനാഹ് എന്ന് പറയുമ്പോ വിങ് എന്നാണ്, ചിറകിനാണ് ജനാഹ് എന്ന് പറയാ ശരിക്ക്. പക്ഷെ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുമ്പോ ഹോസ്പിറ്റൽ വിങ്. സോ ജനാഹ്, ജനാഹ് എന്താ പറയാ? ജനാഹ് വാർഡ്, ജനാഹ്. പീഡിയാട്രിക് വാർഡ് അത്ഫാല്, ചിൽഡ്രൻസ്. അത്ഫാൽ. നമുക്കിന്ന് 100 ആളുകൾക്കേ വരാൻ പറ്റൂ കേട്ടോ. അതിനപ്പുറം ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും. ചിലപ്പോ ഇതിലിന്ന് 500-ൻ്റെത് ആക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ 100 വരും. ആരെങ്കിലും ഔട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും, കയറാൻ ബുദ്ധിമുട്ടാവും. ലെഫ്റ്റ് ആയി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. എന്തായാലും നോക്കാം. ഓക്കെ. ജനാഹുൽ അത്ഫാൽ, ഹൗ ടു സേ? ജനാഹ് വാർഡ് അത്ഫാൽ, ചിൽഡ്രൻസ്. സോ ചിൽഡ്രൻസ് വാർഡ് എന്ന് പറയും ജനാഹുൽ അത്ഫാൽ, ജനാഹുൽ അത്ഫാൽ. മെയിൽ വാർഡ് ജനാഹുർ റജ്ജാൽ. റജ്ജാൽ ജെൻസ് അല്ലെങ്കിൽ മാൻ എന്നാണ്. അതാണ് റജ്ജാൽ എന്നത്. യു എയിൽ റയ്യാൽ എന്ന് പറയും. ജാ പറയില്ല യു എക്കാര്, യായ പറയാ, റയ്യാൽ എന്നാവും. ഒമാന് ഈജിപ്ഷ്യൻസ് പറയാ റഗ്ഗാൽ എന്നാവും. ഗ, ജാക്ക് പകരം ഗ പറയും. അങ്ങനെ ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് ഡയലക്ട് ചേഞ്ചിലുള്ളത്. ഹെവി ഡിഫറൻസ് ഉണ്ട്. ഡയലക്ട് ചേഞ്ച് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏതോ രാജ്യത്തെ ലാംഗ്വേജാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ ലാംഗ്വേജ് അല്ല എന്നൊന്നും പറയരുത്, അല്ലേ? എല്ലാ ലാംഗ്വേജിലും ഡയലക്ട്സ് ഉണ്ട് എന്ന് കരുതി ആ ലാംഗ്വേജ് ആരും പഠിക്കാതിരിക്കുന്നുണ്ടോ? എന്നാല് ഇപ്പോ ഒരാള്, ഒരു നോർത്ത് ഇന്ത്യൻ മലപ്പുറത്ത് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മലപ്പുറത്തെ ഡയലക്ട് മാത്രമേ അറിയൂ. അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്താ ഇവര് പറയുന്നതെന്ന് തോന്നും, അല്ലേ? ഒരു കോമൺ ശൈലി എല്ലാ ലാംഗ്വേജിലും ഉണ്ടാവും. അതാണ് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ചേഞ്ചസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡയലക്ട് ചേഞ്ച് ഒക്കെ ഏകദേശം ഒക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. ജനാഹുർ റജ്ജാൽ. ലേഡീസ് വാർഡിന് ജനാഹുൽ ഹരീം. എന്താ പറയാ? ജനാഹുൽ ഹരീം അല്ലെങ്കിൽ ജനാഹുൻ നിസാ. നിസാ എന്നും ഹരീം എന്നും. ഹരീം എന്ന് പറഞ്ഞാൽ എന്താ? വെരി റെസ്പെക്ട്ഫുൾ എന്നാണ്. ഭയങ്കരമായിട്ട് ബഹുമാനിക്കേണ്ടവരാണെന്നൊക്കെ പറയുന്നതാ ഹരീം എന്ന് പറഞ്ഞാൽ. ഹുർമ ഇതൊക്കെ പറയുന്നത് ഹെവി റെസ്പെക്ട് ചെയ്യേണ്ടവർ എന്നാണ്. ഓക്കെ. ജനാഹുൽ ഹരീം അല്ലെങ്കിൽ ജനാഹു നിസ. ഹരീം ഓർ നിസ. ഇവിടെ തീരെ ബേസ് ഇല്ലാത്ത ആളുകളുണ്ട്, അതാണ് ഞാൻ സ്ലോവിലി പോകുന്നത്. ജനാഹുൽ ഹരീം ഓർ ജനാഹുൻ നിസ. മെറ്റേണിറ്റി വാർഡ് ജനാഹുൽ വിലാദ. ജനാഹുൽ വിലാദ. വിലാദ എന്ന് പറയുമ്പോ എന്താ? ഡെലിവറിക്കാണ് പറയാം, പ്രസവത്തിന് വിലാദ, വിലാദ. എന്നാൽ അവൾ പ്രസവിച്ചു എന്ന് പറയാൻ അൻജബത്ത് എന്ന് പറയും. അൻജബത്ത്, അൻജബത്ത്. എന്താ പറയാ? അൻജബത്ത്. ആ തന്നെ കേട്ടോ, എ. അൻജബത്ത്. ഹിയ, ഷീ. ഹിയ അൻജബത്ത്, അല്ലേ? ഹിയ അൻജബത്ത്, അവൾ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത്. ഇനി ഗുർഫത്തുൽ വിലാദ. ഗുർഫ എന്നത് റൂം. ഇവിടെ കണ്ടില്ല നമ്മൾ ഗുർഫ, ഈ ഗുർഫ, അല്ലെ? ഗുർഫത്തുൽ വിലാദ ലാബ് റൂം. ലാബ് റൂമിന് എന്താ പറയാ? ഗുർഫത്തുൽ വിലാദ. ഗുർഫത്തുൽ വിലാദ, വിലാദ. കൺസൾട്ടേഷൻ റൂം ഗുർഫത്തുൽ ഇസ്തിഷാറ. കൺസൾട്ടേഷൻ, ഇസ്തിഷാറ, കൺസൾട്ടേഷൻ. ഗുർഫത്തുൽ ഇസ്തിഷാറ. How to say? ഗുർഫത്തുൽ ഇസ്തിഷാറ, കൺസൾട്ടേഷൻ റൂം. കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഗുർഫത്തുൽ ഇസ്തിഷാറ. ഓക്കെ. കൺസൾട്ടിങ് ടൈം. കൺസൾട്ടിങ്ങിന് ഇസ്തിഷാരി എന്നാ പറയാ. ഇസ്തിഷാരി, ഇസ്തിഷാറ കൺസൾട്ടേഷൻ, ഇസ്തിഷാരി കൺസൾട്ടിങ്. സോ വക്ത്, ടൈം, സമയം എന്നുള്ളതിന് എന്താ പറയാ? വഖ്ത്, വഖ്ത്, ടൈം. വഖ്തുൽ ഇസ്തിഷാരി, കൺസൾട്ടിംഗ് ടൈം. വഖ്തുൽ ഇസ്തിഷാരി. തമാം. ടാബ്ലറ്റ്, ഹബൂബ്. ശരിക്ക് ബുർസ്, ബുർസ് പില്ല്, അക്റാസ് പിൽസ്. ഇതാണ് പറയേണ്ടത്. എന്താ പറയാ? ബുർസ്, അക്റാസ്. ബുർസ് ഗ, ഗംഗയുടെ ഗായായിട്ടാ പറയാട്ടോ, ക എന്നതാണ്, പക്ഷെ അതാണ് യൂസ് ചെയ്യുക. ബുർസ്
അക്രാസ്. പക്ഷേ ഹബൂബ് എന്നാണ് പറയാ സ്പോക്കണില്. എന്താ പറയാ? ഹബൂബ്. അത് ഹുബൂബ് ആണെങ്കിലും ഹബൂബ് എന്നൊക്കെ കേൾക്കുക കേട്ടോ. ഹബൂബ് അല്ലെ, അതാ കേൾക്കുക. ഓക്കെ. സിറപ്പ്, ഷറാബ്. സിറപ്പ് എന്തുവാ? ഷറാബ്. പറഞ്ഞേ, ഷറാബ്. സിറപ്പ്, ഷറാബ്, ഷറാബ്. ഓയിൻമെന്റ്, മർഹം. ഏയ്, എന്താണ് ഓയിൻമെന്റ്? മർഹം. അപ്ലൈ എന്നുള്ളതിനൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് അപ്ലൈ ഓയിൻമെന്റ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. മർഹം, ഓയിൻമെന്റ്, മർഹം. സിമ്പിൾ ആണ് അല്ലെ? മർഹം, ഷറാബ്. പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്, അതിനൊക്കെ പറയാ പേസ്റ്റ് എല്ലാം മഅജൂൻ. എന്ത് പറയും? മഅജൂൻ, മഅജൂൻ. പറയണ്ടോ നിങ്ങള്? കേട്ടിങ്ങനെ എഴുതി പോവരുത് കേട്ടോ. സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ പറയണം, സ്പീക്ക് ചെയ്യാം. മഅജൂൻ. അപ്പോഴ് ടീത്തിന് പറയാ അസ്നാന് എന്നാണ്. അസ്നാന്. ഞാൻ ഒന്ന് ജസ്റ്റ് ചാറ്റിലൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അസ്നാന്, ടീത്ത്. അസ്നാന്. സോ മഅജൂനുൽ അസ്നാൻ എന്നാ പറയാ. മഅജൂൻ അൽ അസ്നാൻ എന്നതിനെ മഅജൂനുൽ അസ്നാൻ, ടൂത്ത് പേസ്റ്റ്. മഅജൂനുൽ അസ്നാൻ. ജല്ല്, ജല്ലി, ഹുലാം. ജല്ലിന് എന്താ പറയും? ഹുലാം, ഹുലാം. പൗഡർ ഇതിനകത്ത് വരുന്നുണ്ടോന്ന് അറിയില്ല, ഇതിന്റെ ഇടയ്ക്കൊന്നു പറയാണ്. പൗഡറിന് ബോദ്ര എന്ന് തന്നെ പറയും. മസ്ഹൂക്ക് എന്നൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ? ബോദ്ര എന്നാ പറയാ. ബോദ്ര. എന്താ പറയുന്നേ? ബോദ്ര, ബോദ്ര. പൗഡർ. ക്രീം, ക്രീം തന്നെ കേട്ടോ. ക്രീമിന് ക്രീം തന്നെ പറയും. പൗഡർ ബോദ്ര, ബോദ്ര. ഓയിൽ, സെയ്ത്ത്. ഓയിൽ എന്തുവാ? സെയ്ത്ത്, സെയ്ത്ത്, ഓയിൽ. അപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ? ടൂത്ത് പേസ്റ്റ് മഅജൂനുൽ അസ്നാൻ. എന്താ പറയാം? മഅജൂൻ അൽ അസ്നാൻ എന്നതിനെ മഅജൂനുൽ അസ്നാൻ, മഅജൂനുൽ അസ്നാൻ. മൗത്ത് വാഷ്, ഗുസൂലുൽ ഫം. എങ്ങനെ? ഗുസൂൽ അൽ ഫം, ഗുസൂലുൽ ഫം. പറയണ്ടോ? ഗുസൂലുൽ ഫം, മൗത്ത് വാഷ്. ഗുസൂൽ അൽ ഫം, ഗുസൂലുൽ ഫം. മൗത്ത് വാഷ് പ്രൊഡക്റ്റ് ആട്ടോ ഇത്. സവ്വി മദ്മദ എന്നാ പറയാ. ഡു മൗത്ത് വാഷ്, വാഷ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ സവ്വി മദ്മദ എന്ന് പറയും. മദ്മദ, പദപദയല്ല, മദ്മദ കേട്ടോ. സവ്വി മദ്മദ. ഓക്കെ, മദ്മദ. ഇവിടെ ഗുസൂലുൽ ഫം എന്ന് പറഞ്ഞാൽ എന്തോ? മൗത്ത് വാഷ് പ്രൊഡക്റ്റ് ആണ്. ഐ ഡ്രോപ്പ്, ഡ്രോപ്സിന് പറയാ ഗത്റാത്ത് എന്നാണ്. ഗത്റാത്ത്. കാണുന്നില്ലേ? നിങ്ങൾക്ക് വൈഡാക്കാട്ടോ, സൂം ആക്കാം. അതിനെ പിടിച്ചൊന്ന് നീട്ടിയാൽ മതി. മൊബൈലിലുള്ള സൂമിന്റെ ആ സ്ക്രീൻ കാണുന്നതിനെ ഒന്ന് വൈഡാക്കി കഴിഞ്ഞാൽ അത്ര സൂം വേണമെങ്കിലും ആവും. ഗത്റാത്തുൽ ഐൻ, ഗത്റാത്ത്. ഓക്കെ. ഡ്രോപ്സ്, ഐന് ഐ, ഐന് ഐ. ഗത്റാത്തുൽ ഐൻ, കണ്ണിനുള്ള തുള്ളിമരുന്ന് എന്ന് പറയും മലയാളത്തിൽ അല്ലെ? ഗത്റാത്തുൽ ഐൻ, ഗത്റാത്തുൽ ഐൻ. ഓക്കെ. സ്കിൻ കെയർ, ദി ആയ എന്നാണ് കെയറിന് പറയാ. ദി ആയത്തുൽ ജിൽദ്. എന്ത് പറയും? ദി ആയത്തുൽ ജിൽദ്. കേൾക്കുന്നുണ്ടോ? പറയുന്നുണ്ടോ? കേട്ടു പോകരുത് കേട്ടോ. ദി ആയത്തുൽ ജിൽദ്, സ്കിന്ന്. ജിൽദ്, സ്കിന്ന്. ബഷ്റ എന്നാണ് എന്ത് പറയാ ലിറ്ററേച്ചർ ലാംഗ്വേജിൽ. ജിൽദ് എന്നാണ് സ്പോക്കണിൽ പറയാ. രണ്ട് ലിറ്ററേച്ചറിലും ജിൽദ് എന്ന് പറയും, പക്ഷെ സ്പോക്കണിൽ ജിൽദ് എന്നാണ് യൂസ് ചെയ്യുക. ദി ആയത്തുൽ ജിൽദ്, സ്കിൻ കെയർ. ദി ആയത്തുൽ ജിൽദ്. വൂണ്ട് കെയർ, ദി ആയത്തുൽ ജുർഹ്. എന്താ പറയാ? ദി ആയത്തുൽ ജുർഹ്. പറയണ്ടോ? ദി ആയത്തുൽ ജുർഹ്. ഓക്കെ. ജുർഹ് വൂണ്ട്, ദി ആയ കെയർ. സോ ദി ആയത്തുൽ ജുർഹ്, മുറിവിനെ കെയർ ചെയ്യാം. ദി ആയത്തുൽ ജുർഹ്, വൂണ്ട് കെയർ. അതിന്റെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ പറയുന്നത് ദി ആയത്തുൽ ജുർഹ് എന്നാണ്. മെഡിക്കൽ കെയർ, മെഡിക്കലിന് തിബ്ബിയ്, തിബ്ബിയ് എന്ന് പറയും. ദി ആയ എന്നത് ഫെമിനൈൻ ആയതുകൊണ്ട് തിബ്ബിയ. ദി ആയത്ത് തിബ്ബിയ. ഹൗ ടു സേ? ദി ആയത്തു തിബ്ബിയ, മെഡിക്കൽ കെയർ. പറയുന്നുണ്ടോ?
റിആയത്തു തിബ്ബിയ്യ, റിആയത്തു തിബ്ബിയ്യ. തമാം. ടേക്ക് കെയർ എങ്ങനെ പറയാ? യു ടേക്ക് കെയർ എന്നാണ്. ദീർ ബാലക്ക്, ദീർ ബാലക്ക്. ഇൻതബിഹ് എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പറയാ? ദീർ ബാലക്ക്. ചില ഇതിൽ പറയാ, ചില പ്ലേസസിലൊക്കെ പറയാ ദീർ ബ്ലാക്ക് എന്ന് പറയും. ദീർ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നതിന് മഅന, മഅന എന്നാട്ടോ മീനിങ്. മഅന എന്ന് പറയും, മഅന. ഓക്കെ, ദീർ ബാലക്, ദീർ ബാലക് എന്നാണ് അതിന് പറയാ ടേക്ക് കെയർ. ഇനി വൺസ്, വൺസ് മറ പറയണം കേട്ടോ. വൺസ് മറ, മറ. ഇനി മറയ്ക്ക് കുറെ മീനിങ് ഉണ്ട് അല്ലെ. മാഫി എന്നത് നോട്ട് എന്നാണ്. മാഫി എന്ന് വല്ലാതെ സെയിൽ ഫീൽഡിലുള്ള ഒരാളും മാഫി എന്ന് യൂസ് ചെയ്യരുത്. സെയിൽസ് എങ്ങനെ കൂട്ടാം എന്നുള്ളത് ശരിക്കും നമ്മൾ നോക്കണം. അറബ്സിനെ വളരെ സിമ്പിൾ ആയിട്ട് വീഴ്ത്താൻ കഴിയും, സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയും. ഞാൻ ഇത് പറയുന്നത് ഫാർമസിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. പിന്നെ ഒരു അതർ ക്വസ്റ്റ്യൻ, ഒരു ഓപ്ഷൻ ഇല്ല, അവരങ്ങ് ഓക്കെ എന്ന് പറഞ്ഞു പോകും. അതിന് നമ്മൾ സോറി, മഅലീഷ്, മഅലീഷ്, സോറി, അത് ഇവിടെ ഇല്ല എന്ന രീതിയിൽ പറയാം. ഇപ്പൊ ഇവിടെ മാഫി മറ എന്ന് പറയും, തീരെ ഇല്ല എന്നാ. മാഫി മറ. റിആയ കേട്ടോ, രവായ അല്ല, റിആയ. റിആയത്തു വിലാദ, റിആയത്തുൽ വിലാദ. അയ്വാ, മെറ്റേണിറ്റി കെയർ, റിആയത്തുൽ വിലാദ, റിആയത്തുൽ വിലാദ. അയിന് റിആയ. ഓക്കെ, അതന്നെ പറയാം കേട്ടോ, മെറ്റേണിറ്റി. ഇനി മെറ്റേണിറ്റി ലീവിനോ ഇജാസ, ലീവ് ഇജാസ, ഇജാസത്തുൽ വിലാദ. ഓക്കെ, മെറ്റേണിറ്റി ലീവായി ഇജാസത്തുൽ വിലാദ. സോ വൺസ് എന്താ? മറ, മറ. അതാണ് ഞാൻ പറഞ്ഞത്, തീരെ ഇല്ല, ഭയങ്കര കൂടുതലാണെന്ന് പറയുമ്പോ മോർ എന്നതിന് പറയാം സിയാദ എന്ന് പറയും, വായിദ് എന്നൊക്കെ പറയാം. സിയാദ മറ എന്ന് പറയും, മറ സിയാദ എന്നൊക്കെ പറയും. ഭയങ്കര കൂടുതലാണ്, ഒത്തിരി കൂടുതലാന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ മറ എന്ന് യൂസ് ചെയ്യും. പക്ഷെ മെഡിക്കലിൽ നമുക്ക് എന്താ പറയാം? വൺസ്, വൺ ടൈം എന്നതിന് മറ എന്ന് പറയും കേട്ടോ. തവണ, പ്രാവശ്യം എന്നതിനൊക്കെ മറ, മറ. ഇപ്പൊ ട്വൈസ് ടൈം, ടു ടൈംസ് എന്ത് പറയാം? മറത്തൈൻ അല്ലെ, രണ്ട് പ്രാവശ്യം, രണ്ട് തവണ, മറത്തൈൻ. ഓക്കെ, മറത്തൈൻ. ട്രൈസ്, ട്രൈസ് ഒക്കെ നമ്മൾ പറയും തലാത്ത മറ എന്ന് പറയും. അല്ല, അവിടെ മറയുടെ പ്ലൂരൽ യൂസ് ചെയ്യണം, മറാത്ത്, മറാത്ത്. തലാത്ത ത്രീ, തലാത്ത ത്രീ, മറാത്ത് ടൈംസ്. അപ്പോ തലാത്ത മറാത്ത്, ട്രൈസ്. നിങ്ങൾ ഇന്ന് മെഡിക്കലുള്ള ഏകദേശപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുറപ്പാണ്, എന്നാലും തലാത്ത മറാത്ത്. ഡേ, ഡേ എന്നത് യൗം, ഡേ യൗം. ഡേയ്സ് അയ്യാം. എന്ത് പറയും? ഡേ യൗം, ഡേയ്സ് അയ്യാം, അയ്യാം. ഡൈലി യൗമിയൻ. എന്ത് പറയാം? ഡൈലി യൗമിയൻ, യൗമിയൻ. കണ്ടിന്യൂസ് മുസ്തമിർ. എന്ത് പറയും? മുസ്തമിർ, കണ്ടിന്യൂസ്, മുസ്തമിർ. ഇപ്പോഴേ നമുക്ക് പറയാം മറ യൗമിയൻ എന്ന് പറഞ്ഞാൽ കില്ലു യൗം എന്ന് പറഞ്ഞാൽ എവരി ഡേ എന്നാണ്. കില്ലു എവരി യൗം ഡേ, കില്ലു യൗം എവരി ഡേ. യൗമിയൻ, യൗമിയൻ ഡൈലി. സോ മറ യൗമിയൻ, വൺസ് ഡൈലി അല്ലെ, ഡൈലി ഒരെണ്ണം വീതം കഴിക്കണം. മറ യൗമിയൻ, മറത്തൈൻ യൗമിയൻ. ഓക്കെ, ടു ടൈംസ്, ട്വൈസ്, യൗമിയൻ ഡൈലി. മുസ്തമിർ കണ്ടിന്യൂസ്, ഓർ അലാത്തൂൽ, അലാത്തൂൽ ഓൾസോ, അതും കണ്ടിന്യൂസ്. അലാത്തൂൽ എന്ന് പറയുമ്പോ സ്ട്രൈറ്റ് എന്നതിന് പറയാം, കണ്ടിന്യൂസ് എന്നതിന് പറയാം, ഓൺ ലെങ്തി വേ എന്നതിനൊക്കെ അലാത്തൂൽ പറയാം. അല എന്നത് ഓൺ, തൂല് ലെങ്തി എന്ന നീളത്തിന്റെ മുകളിൽ എന്ന് പറയുന്ന മീനിങ് ആണ്. അതുകൊണ്ട് തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് പലതും പറയാം. പക്ഷെ മെഡിക്കലി നമുക്ക് നല്ലത് മുസ്തമിർ എന്നാണ് കേട്ടോ. മുസ്തമിർ. എന്താ പറയാ? മുസ്തമിർ. തമാം. ഇന്റർമിറ്റന്റ്, മുത്തഫരിഖ. എന്താ പറയാം? മുത്തഫരിഖ, മുത്തഫരിഖ, ഇന്റർമിറ്റന്റ്. മുസ്തമിറ എന്ന് പറയുമ്പോൾ റെഗുലർലി എന്ന് പറഞ്ഞു അല്ലെ. ഇത് പറയാൻ കഴിയുമെന്ന് നോക്കാം കേട്ടോ. ഡു യു ടേക്ക് എനി മെഡിസിൻ റെഗുലർലി? ഡു യു ടേക്ക് എന്നതിന് പറയാ
തഅഖുദ് എന്നാണ്. തഅഖുദ്, തഅഖുദ്. ടു ലേഡി, തഅഖുദി. തഅഖുദ് ടു മെയിൽ, തഅഖുദി ടു ഫീമെയിൽ. അയ്യു എനി, ദവ മെഡിസിൻ, മുസ്തമിറ റെഗുലർലി. അങ്ങനെ പറയാം, തഅഖുദ് അയ്യു ദവ മുസ്തമിറ. تأخذ أي الدواء مستمرة. to lady, تأخذي أي الدواء مستمرة. ചായയും ബിസ്ക്കറ്റും ഉണ്ടേ, പറഞ്ഞോളൂ. تأخذ أي الدواء مستمرة. to lady, تأخذي أي any എന്നാണ്. അയ്യുന്റെ മീനിങ് എന്താ? എനി. ദവ മെഡിസിൻ, മെഡിക്കേഷൻ, മുസ്തമിറ റെഗുലർലി. تأخذ أي الدواء مستمرة. ഇനി ഇന്റർമിറ്റന്റ്, ഇടക്കിടക്ക് എന്ന് വന്നു പോകുന്നത് എന്നൊക്കെ പറയാൻ ഒന്ന് മുത്തഫരിഖ പറയും. ഇടക്കിടക്ക് വന്നു പോകുന്നു എന്നൊക്കെ പറയാൻ എന്താ പറയാ? കെട് ഓഫ് ആവാ അല്ലെ? മുത്തഫരിഖ, മുത്തഫരിഖ. പക്ഷെ അതിന് സ്പോക്കണിൽ കൂടുതലും യൂസ് ചെയ്യുക അഹ്യാനൻ എന്നാണ്. ചിലപ്പോഴൊക്കെ, ഇടക്കിടക്ക് എന്നൊക്കെ പറയാൻ അഹ്യാനൻ, അഹ്യാനൻ എന്ന് യൂസ് ചെയ്യും. അഹ്യാനൻ. ഓക്കെ. ഡോസ്, ജുർഅ. ഡോസ് എന്താ? ജുർഅ, ജുർഅ, ഡോസ്. അപ്പോഴ് ഹൗ മെനി, ഹൗ മച്ച് എന്നത് കം എന്ന് യൂസ് ചെയ്യും. KAM, കം. കം ജുർഅ, ഹൗ മെനി ഡോസ്. ഡോസ് എത്രയാ? കം ജുർഅ, കം ജുർഅ, ഡോസ് എത്രയാണ് എന്നുള്ളത് അല്ലെ? സൈഡ് എഫക്റ്റ് ആഥാർ ജാനിബിയ ഓർ ജാനിബി എന്നും പറയും കേട്ടോ. നഅം, എന്താ പറയാ? ആഥാർ ജാനിബിയ, ആഥാർ ജാനിബിയ. തമാം, ആഥാർ ജാനിബിയ. ടേക്ക് മെഡിസിൻ, ഹൗ ടു സേ? തഅഖുദ് ദവാ. ഒന്ന്, അത് പ്രസന്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് പറയാം? കമാൻഡ് ഫോം പറയാം, ഖുദ് ദവ, ടേക്ക് മെഡിസിൻ, ഖുദ് ദവ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ലാസിം തഅഖുദ്, യു ഹാവ് ടു ടേക്ക്, താങ്കൾ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ലാസിം തഅഖുദ് ദവ. ഹൗ ടു സേ? ലാസിം തഅഖുദ് ദവ, യു ഹാവ് ടു ടേക്ക് മെഡിസിൻ, താങ്കൾ മെഡിസിൻ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഖുദ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് ശൈലിയാട്ടോ. ഇനി നമ്മൾ ഒരാളോട്, പേഷ്യന്റ് തീരെ മെഡിസിൻ ഒന്നും കഴിക്കാത്തത്, യെസ്, ജോയിൻ ലിമിറ്റ് ഉണ്ട് കേട്ടോ, 100 നടക്കൂ ഇന്ന് കേട്ടോ. നമ്മൾ വിട്ടുപോയതാണ്. 500ന്റെ പാക്കേജ് നമുക്കുണ്ട്, പക്ഷെ അത് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വിട്ടുപോയി. അടുത്ത നെക്സ്റ്റ് വീക്കിൽ ശരിയാക്കാം കേട്ടോ. 100 ലിമിറ്റ് ഉണ്ട് നമുക്കിന്ന്. ഓക്കെ, സോറി. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ വെയിറ്റിംഗിൽ അല്ലേ? ഓക്കെ. ടേക്ക് ദ മെഡിസിൻ കറക്റ്റ്ലി. ടേക്ക്, ഖുദ്. ടേക്ക് എന്ന കമാൻഡ് ഫോം ആണ്. അവിടെ നമ്മൾ ബില്ലാഹി എന്നൊക്കെ ചേർക്കാം. ബില്ലാഹി എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് എന്നാണ്. ബില്ലാഹി ഖുദ്, ബില്ലാഹി ഖുദ്, പ്ലീസ് ടേക്ക് ദവ മെഡിസിൻ. ബി ഷക്കിൽ എന്ന് പറയുമ്പോ നേരാവണ്ണം എന്ന് പറയുന്ന ശൈലിയ. ഷക്കിൽ എന്ന് പറയുമ്പോൾ മോഡൽ ഷേപ്പ് എന്നൊക്കെ കേട്ടോ, അറബിയിൽ ഒരു പ്രയോഗം. അത് സ്വഹീഹ് എന്നത് റൈറ്റ് എന്നാണ്, റൈറ്റ് മോഡൽ എന്നതാണ് അതിന്റെ മീനിങ് വരിക. പക്ഷെ നേരാവണ്ണം മെഡിസിൻ കഴിക്കണേ, മെഡിസിൻ എടുക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാ ഖുദ് ദവ ബിശക്കിൽ സ്വഹീഹ് അല്ലെ? എന്നാലല്ലേ മാറൂ. ഏയ്, ലിയഷ്ഫി എന്ന് പറയും. ലിയഷ്ഫി, സുഖാവാൻ വേണ്ടി, ഫോർ റിക്കവർ എന്ന് പറയാൻ ലിയഷ്ഫി. ഖുദ് ദവ ബിശക്കിൽ സ്വഹീഹ് ലിയഷ്ഫി എന്ന് പറയും. തമാം, ഓക്കെ ആണോ? ലിയഷ്ഫി. ഓക്കെ. ഇൻക്രീസ് ദ പെയിൻ. അഥവാ സിയാദ എന്ന് പറയുമ്പോൾ മോർ എന്നാണ്, കൂടുതലാണ് എന്നാണ് സിയാദ. യസീദ് എന്ന് പറയുമ്പോ കൂടുന്നുണ്ടോ എന്ന ശൈലിയാട്ടോ. കൂടുന്നുണ്ടോ പെയിന്? യസീദുൽ അലം എന്നും വജഅ് എന്നും ഔവർ എന്നൊക്കെ പെയിനിന് പറയും. എന്തൊക്കെ? ഒന്ന് അലം, ഇവിടെ പറഞ്ഞത് അലം. മറ്റൊന്ന് വജഅ്, വജഅ് പെയിൻ. മറ്റൊന്നെന്താ? ഔവർ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഔവർ, മെഡിക്കൽ ഫീൽഡിൽ എല്ലാവരും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഇതുവരെ സ്പോക്കൺ ആണ്, സ്പോക്കണിൽ പറയുന്നതാണ്. എന്നാൽ ലിറ്ററേച്ചർ ലാംഗ്വേജിൽ അലം എന്ന് മാത്രമേ പറയാ.
മറ്റതൊക്കെ ഓരോ വേരിയന്റ് ആണ്, മീനിങ് ചേഞ്ച് ഉണ്ട്. ഓക്കെ, യസീദ്. അപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ഇടാം, യസീദുൽ അലം പെയിന് കൂടുന്നുണ്ടോ? ഇനി യങ്കുസ്, യുഹഫിഫ് എന്നാണ് പറയുന്നതെങ്കിലും നമുക്ക് എന്ത് പറയാം? യങ്കുസ് എന്ന് പറയാം. യങ്കുസുൽ അലം, യങ്കുസ് ഡിഗ്രീസസ്, റെഡ്യൂസസ്. അപ്പൊ എന്ത് പറയാം? യസീദ് വല്ല യങ്കുസ്. യസീദ് വല്ല ഓർ, വല്ല ഓർ യങ്കുസ് കൂടുവാണോ കുറയുവാണോ? എങ്ങനെ ചോദിക്കാം? യസീദ് വല്ല യങ്കുസ്. How to say? യസീദ് വല്ല യങ്കുസ്. ഓക്കെ, യസീദ് വല്ല യങ്കുസ്, കൂടുവാണോ കുറയുവാണോ? അലം യസീദ് വല്ല യങ്കുസ്. വറം, സ്വല്ലിങ്, വറം, നീരുകെട്ടിനൊക്കെ വറം എന്ന് പറയും. വറം യസീദ് വല്ല യങ്കുസ്. ഓക്കെ, ബിഫോറിന് പറയുന്നത് ഖബൽ എന്നാണ്. ഖബൽ, ബിഫോർ. വജ്ബാത്ത്, ഫുഡ്. അഖിൽ എന്നും മഅ്കൂലാത്ത് എന്നും ത്വആം എന്നൊക്കെ ഉണ്ട്. കൂടുതലും സ്പോക്കണിൽ യൂസ് ചെയ്യുക വജ്ബാത്ത്. വജ്ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മീൽസ് എന്നാണ്, ഉണ്ടാക്കിയ ഫുഡിനാ പറയാ. പക്ഷെ പൊതുവെ സ്പോക്കണിൽ കൂടുതൽ യൂസ് ചെയ്യുക വജ്ബാത്ത് എന്നാണ്. എന്താ പറയാ? ഖബൽ അൽ വജ്ബാത്ത്, ബിഫോർ ഫുഡ്. ഖബൽ അൽ വജ്ബാത്ത്, ബിഫോർ ഫുഡ്. ഓക്കെ, ആഫ്റ്ററിന് പറയുന്നത് ബഅദ് എന്നാണ്. ബഅദ്, ആഫ്റ്റർ. ബഅദൽ വജ്ബാത്ത്, ആഫ്റ്റർ ഫുഡ്. ബഅദ്, ആഫ്റ്റർ. അൽ വജ്ബാത്ത്, ദ മീൽസ്. അപ്പോഴെന്ത് പറയാം? ബഅദൽ വജ്ബാത്ത്. അപ്പോഴ് എന്ത് പറയാ? ഹബ്ബ എന്ന പീസിന് പറയാ കേട്ടോ, ഹബ്ബ. അല്ലെങ്കിൽ ഖുദ്, ഖുദ് ഹബ്ബ, ടേക്ക് വൺ പീസ്. ഖുദ് ഹബ്ബ, ടേക്ക് വൺ പീസ്. ഖബ്ല അൽ വജ്ബാത്ത്, ബിഫോർ ഫുഡ്. പിന്നെയോ ബഅദ വജ്ബാത്ത് അല്ലെ? ഹബ്ബ, വൺ പീസ്. ബഅദ അൽ വജ്ബാത്ത്, ആഫ്റ്റർ ഫുഡ്. ഓക്കെ, അപ്രൂവൽ, മുവാഫഖ. അപ്രൂവൽ എന്ത് പറയും? മുവാഫഖ, അപ്രൂവൽ. പറയുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? മുവാഫഖ, അപ്രൂവൽ. അപ്പോഴേ നേരെ ഓപ്പോസിറ്റ് ആണ് റിജക്റ്റഡ് അല്ലെ? റിജക്റ്റഡ് എന്ന് പറയും മർഫൂദ്. മർഫൂദ്, റിജക്റ്റഡ്. റിജക്റ്റ് ആയി അല്ലെ? ദീസ് ഇൻക്ലൂഡ്സ് ഇൻഷുറൻസ് എന്ന് ചോദിക്കാൻ യതസമ്മൻ എന്നൊക്കെ ആയിട്ട് അവിടെ പറയാം. ലായ് ആണെങ്കിലും സെഡ് ആവും. യതസമ്മൻ എന്നൊക്കെ പറയാം. പക്ഷെ അത് വേണമെന്നില്ല. നമുക്ക് നോർമലി എന്ത് പറയാം? ഹസ്വൽ, ഗെറ്റ് എന്നാണ്. കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഹസ്വൽ ഹാദ ദവാ, ദിസ് മെഡിസിൻ, ഫീ തഅമീൻ. ഹസ്വൽ ഹാദ ദവാ, ഈ മെഡിസിൻ കിട്ടുമോ? ഫീ തഅമീൻ, ഇൻഷുറൻസിൽ. ഓക്കെ, പറഞ്ഞോക്കേ. ഹസ്വൽ ഹാദ ദവാ ഫീ തഅമീൻ. എങ്ങനെ? ഹസ്വൽ ഹാദ ദവാ ഫീ തഅമീൻ. അടുത്തത് പ്രൊസീജർ റൂം. പ്രൊസീജറിന് എന്താ പറയാ? ഇജ്റാ എന്ന് പറയും. ഇജ്റാഅത്ത്, പ്രോസസിംഗ്. ഇജ്റാ, പ്രൊസീജർ. സോ ഗുർഫത്തുൽ ഇജ്റാ, എന്ത് പറയാം? ഗുർഫത്തുൽ ഇജ്റാ. പറയണ്ടോ? ഗുർഫത്തുൽ ഇജ്റാ. ഷാമിൽ എന്ന് പറയാം ഇൻക്ലൂഡിന്, നോ പ്രോബ്ലം. ഇൻക്ലൂഡ്, ഷാമിൽ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം കൂടെ മിങ്കിൾ ആയതാണ്. ഇപ്പോ CBC ടെസ്റ്റിന് എന്താ പറയാ? ഫഹ്സു ഷാമിൽ എന്നാ പറയാ. ഫഹ്സ് ഷാമിൽ, എല്ലാം ഇൻക്ലൂഡ് ആയത് എന്നാണ് ഷാമിലിന്റെ മീനിങ്. ഇവിടെ അത് പോസിബിൾ അല്ല. ഓക്കെ, അതായത് എല്ലാ ഗുണഗണങ്ങളും ഇൻക്ലൂഡ് എന്നുള്ളതാണ് ഷാമിലിന്റെ മീനിങ്. ഇപ്പോഴേ ഒരു വിഷയത്തെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഫഹ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് കേട്ടോ. ഫഹ്സ്, എക്സാമിനും ടെസ്റ്റിനൊക്കെ എന്താ പറയാ? ഫഹ്സ് എന്ന് പറയും. ഫഹ്സ് ഷാമിൽ എന്ന് പറയുമ്പോൾ CBC ടെസ്റ്റ് ആണ്. ആ ഒരു ബ്ലഡിന്റെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിനാണ് ഷാമിൽ എന്ന് പറയാം. ഓക്കെ, സമ. ട്രീറ്റ്മെന്റ്, ഇലാജ്. ട്രീറ്റ്മെന്റ്, ഇലാജ്. കാമിൽ സൂറ എന്ന് പറയുമ്പോ കാമിൽ എന്നത് കംപ്ലീറ്റ് എന്നാണെങ്കിലും, അല്ലെങ്കിൽ ഫുൾ എന്നാണ് കാമിൽ, ഫുൾ. സൂറ എന്നത് ഫോട്ടോ അല്ലെ? സൂറ കാമിൽ, കാമിൽ സൂറ അല്ല കേട്ടോ. സൂറ ഫോട്ടോ, കാമിൽ ഫുൾ. ഫുൾ ഫോട്ടോ എന്നാണ് സൂറ കാമിൽ. കാമിൽ സൂറ പറയരുതേ, സൂറ കാമിൽ. പക്ഷെ ഇവിടെ അതല്ലല്ലോ ഉദ്ദേശിച്ചത് നമ്മള്. ഓക്കെ, വിറ്റമിൻ ക്ലിയർ ആണോ? ഓക്കെ, ട്രീറ്റ്മെന്റിന് എന്ത് പറയും?
ഇലാജ് ട്രീറ്റ്മെന്റ്, ഇലാജ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, പോളിക്ലിനിക്, മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് ലാസ്റ്റ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതിലുണ്ട് അത് കേട്ടോ. അതെല്ലാം പറഞ്ഞു. യാ ദക്തൂർ ആരിഫ് മാഷാ അല്ലാഹ്, യാ ദക്തൂർ ആരിഫ് മാഷാ അല്ലാഹ്. തമാം. എന്താ പറഞ്ഞ ഹോസ്പിറ്റലിൽ മുസ്തഷ്ഫ പറഞ്ഞതിന് ഫ്രണ്ടിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ ലാസ്റ്റ് ഞാൻ കാണിക്കാം. ക്ലിനിക്ക്, പോളിക്ലിനിക്കും പറഞ്ഞു. ക്ലിനിക്ക് ഇയാദ, പോളിക്ലിനിക്ക് മുസ്തൗസഫ്, മുസ്തൗസഫ് പോളിക്ലിനിക് മുസ്തൗസഫ്. മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് ഇതിന്റെ ലാസ്റ്റ് ഉണ്ട് എന്തായാലും, ഞാൻ ഇല്ലെങ്കിൽ പറയാം കേട്ടോ. അവിടെ നമ്മൾ എത്തില്ലെങ്കിൽ അത് പറയാം ഇൻഷാ അല്ലാഹ്. തമാം. ട്രീറ്റ്മെന്റ് എന്താ? ഇലാജ്, ഇലാജ് ട്രീറ്റ്മെന്റ്. BP ബ്ലഡ് പ്രഷർ എന്താ? ദഗ്ത് ദം, ദഗ്ത് ദം. ഓക്കെ, എന്ത് പറയും? ദഗ്ത് ദം, ദഗ്ത് ദം. ഓക്കെ. ഹൈ, ഹൈ എന്നതിന് ആലി എന്ന് നോർമൽ ആയിട്ട് അറബ്സ് യൂസ് ചെയ്യുന്ന പ്രയോഗം. ആലി എന്ന് പറയുമ്പോ എന്താ? ആലി. ഇപ്പൊ പറയാം നമുക്ക് ദഗ്ത് ദം, ആലി, ദഗ്ത് ദം, ദഗ്ത്. ദഗ്ത് എന്ന് പറഞ്ഞാൽ പ്രഷർ കേട്ടോ. എല്ലാ പ്രഷറിനും എന്താ പറയാ? ദഗ്ത് എന്നാ പറയാ, ദഗ്ത്. ഇനി എയർ പ്രഷർ ചെയ്യുന്നുണ്ട്, അതേപോലെ എല്ലാ പ്രഷറിനും എന്ത് പറയും? ദഗ്ത് എന്ന് പറയാം. ദം ബ്ലഡ്, ദഗ്ത് ദം ബ്ലഡ് പ്രഷർ. അപ്പൊ നമ്മൾ പറയുക ദഗ്ത് ആലി എന്ന് പറഞ്ഞാൽ ഹൈ BP, ദഗ്ത് ആലി. ഇവിടെ ഇർത്തിഫാ എന്ന പറയേണ്ടതെങ്കിലും സ്പോക്കണിൽ കൂടുതലായിട്ടും ആളുകൾ യൂസ് ചെയ്യുക ആലി. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പലരും പറയും ഫൗക്ക് തഹ്ത് എന്ന് പറയും. ഫൗക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എബവ് ആൻഡ് അപ്പ് എന്നാണ്. മുകളിൽ അല്ലെങ്കിൽ അതുവരെ എന്നതൊക്കെ ഉള്ളതിനാണ് ഫൗക്ക് എന്ന് പറയാം. അതിന്റെ മുകളിൽ എന്നൊക്കെ പറയാൻ ഫൗക്ക്. പക്ഷെ ഇവിടെ ആലി എന്ന് തന്നെ പറയണം കേട്ടോ, ഹൈ അല്ലെങ്കിൽ ഇർത്തിഫാ, ഇർത്തിഫാ, ഇർത്തിഫാ. ഓക്കെ. ലോ എന്നതിന് പൊതുവെ മുൻഖഫിദ് പറയും. ലോ. നാഖിസ് എന്നത് ഷോർട്ട്, അതല്ലെങ്കിൽ റെഡ്യൂസ്, കുറവാണ് എന്നൊക്കെയാണ് നാഖിസ്. ലോയാണ് എന്നൊക്കെ പറയുമ്പോ മുൻഖഫിദ്. നാഖിസ് പറയാട്ടോ, റോങ് ഒന്നുമല്ല, നാഖിസ് എന്ന് പറയാം, നാഖിസ്. പക്ഷേ മുൻഖഫിദ് എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഇൻഖിഫാദിനെക്കാളും യൂസ് ചെയ്യല് മുൻഖഫിദ്, 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 ദഗ്ത് മുൻഖഫിദ്. എന്നെ പോലെയുള്ളവർ എപ്പോഴും അതാ കേൾക്കുക. ഇൻഫെക്ഷനും അതേപോലെ ഇൻഫ്ലമേഷനും അല്ലെ. ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും എന്താ പറയാ? ഇൽത്തിഹാബ്, ഇൽത്തിഹാബ്. ഇൻഫെക്ഷൻ ആണ് ഇൽത്തിഹാബ്, ഇൽത്തിഹാബ്. എന്താ പറയാ? ഇൽത്തിഹാബ്, ഇൽത്തിഹാബ്. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? വോണ്ട്, ജുർഹ്. മുറിവിനൊക്കെ എന്താ പറയാ? ജുർഹ്, ജുർഹ്. തമാം. ജുർഹ്, ജുർഹ്. അലൗഡ്, ഇത് അലൗഡ് ആണോ എന്നൊക്കെ ചോദിക്കൽ എന്താ? മസ്മൂഹ്, മസ്മൂഹ്, അലൗഡ്. എന്താണ്? മസ്മൂഹ്, അലൗഡ്. നോട്ട് അലൗഡ്, മസ്മൂഹ്. മസ്മൂഹ്, അലൗഡ്. മസ്മൂഹ്, നോട്ട് അലൗഡ്. മസ്മൂഹ്. പറയുന്നുണ്ടെന്നുള്ള ധൈര്യത്തിലാ ഞാൻ പോകുന്നത് കേട്ടോ. പറയണ്ടോ അതോ ഉറങ്ങാണോ? മസ്മൂഹ്. അണ്ടർ പ്രോസസിംഗ്, വിസ അണ്ടർ പ്രോസസിംഗ്, ആൻഡ് യുവർ ഇൻഷുറൻസ് ഈസ് അണ്ടർ പ്രോസസിംഗ് എന്നൊക്കെ പറയാൻ നമുക്ക് എന്താ പറയാ? തഹ്ത് എന്നാണ്. അണ്ടർ, ഡൗൺ. തഹ്ത്. അണ്ടർ എന്നതിനും ഡൗൺ എന്നതിനും തഹ്ത് എന്ന് പറയും. തഹ്തൽ ഇജ്റാആത്ത്, തഹ്ത് അൽ ഇജ്റാആത്ത്, അണ്ടർ പ്രോസസിംഗ്. എന്താ പറയാ? തഹ്തൽ ഇജ്റാആത്ത്, തഹ്തൽ ഇജ്റാആത്ത്, അണ്ടർ പ്രോസസിംഗ്, തഹ്തൽ ഇജ്റാആത്ത്. ഓക്കെ. സോ നമുക്ക് പറയാം തഅമീൻ, തഅമീൻ ഇൻഷുറൻസ്, തഅമീൻ ഇൻഷുറൻസ്. ايوه ناشطين. تمام. تأمين insurance تحت الإجراءات under processing. Insurance is under processing. അപ്പോ تأمين تحت الإجراءات. Okay. Please wait outside. Please, could you please എന്നൊക്കെ പറയാനാണ് മുംകിൻ എന്ന് യൂസ് ചെയ്യുന്നത്. മുംകിൻ. തമാം. മുംകിൻ. ഇസ്തന്ന ഇംറാറ്റീവ് വെർബ് കേട്ടോ. ഇസ്തന്ന. മുംകിൻ ഇസ്തന്ന. അങ്ങനെ പറയാം.
മുംകിൻ ഇസ്തന്ന ബറ, ബറ outside. മുംകിൻ ഇസ്തന്ന ബറ. Could you please wait outside? മുംകിൻ ഇസ്തന്ന ബറ. Okay, tamam. You should speak. മുംകിൻ ഇസ്തന്ന ബറ. മിനിറ്റിന് ദഖീഖ, ദഖീഖ. അപ്പോൾ മുംകിൻ ഇസ്തന്ന ബറ ദഖീഖ. ബസ് ദഖീഖ. ബസ് എന്നത് ഓൺലി. ബസ് ദഖീഖ. ഓൺലി 1 minute. Okay. മുംകിൻ ഇസ്തന്ന ബറ. ഷുവർ, ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി, ഉറപ്പായും, തീർച്ചയായും എന്നൊക്കെ പറയുന്നതാണ് അക്കീദ്. എന്ത് പറയും? അക്കീദ്. ഷുവർ, അക്കീദ്, അക്കീദ്, കൺഫേം. മുത്തഅക്കിദ്, മെയിലിനോട് പറയാ മുത്തഅക്കിദ്. ടു ഫീമെയിൽ മുത്തഅക്കിദ. യു എന്നതിന് അറബിയിൽ പറയാ അൻത എന്നുള്ളത് ഇൻത എന്നാവും സ്പീക്കിങ്ങില്. ഇൻത മുത്തഅക്കിദ്, ആർ യു കൺഫേം? ടു മെയിൽ ഇൻത മുത്തഅക്കിദ്, ആർ യു കൺഫേം? ടു ലേഡി ഇൻതി മുത്തഅക്കിദ, ഇൻതി മുത്തഅക്കിദ, ആർ യു കൺഫേം? പറയണേ. ഇൻത മുത്തഅക്കിദ്, ഇൻതി മുത്തഅക്കിദ. ഇത് സ്പീഡ് കൂടുന്നൊന്നുമില്ലല്ലോ. ചാച്ചയുടെ കേട്ടോ, സ്പീഡ് കൂടുവേ, നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കേ എന്തുണ്ടെങ്കിലും പറയാം. ഇൻത മുത്തഅക്കിദ്, ഇൻതി മുത്തഅക്കിദ, ആർ യു കൺഫേം? അലർജി, സെൻസിറ്റിവിറ്റി, അല്ലെ? ഒരു പുളിപ്പിനൊക്കെ ആ ഒരു രീതിക്കൊക്കെ എന്താ പറയാ? ഹസാസിയ. ഹസാസിയ, അലർജി, സെൻസിറ്റിവിറ്റി, ഹസാസിയ, ഹസാസിയ. ഗിവ് എന്ന ഇംപറാറ്റീവ് വെർബ് കമാൻഡ് ഫോം ആണത്. ഗിവ് ഹെർ ദിസ് മെഡിസിൻ, അവൾക്ക് ഈ മെഡിസിൻ നൽകൂ എന്നെങ്ങനെ പറയാം? അവൾക്ക് ഈ മെഡിസിൻ നൽകൂ. ആതീഹ, ആതീലഹ എന്നും പറയാറുണ്ട്. ആതീഹ, ഗിവ് ഹെർ. ടു ഹെർ എന്നാണെങ്കിൽ ലഹ. ആതീലഹ ഹാദദ്ദവ, ദിസ് മെഡിസിൻ. ഹായാണ് ഹെർ. ഓക്കെ. ആതീഹ ഹാദദ്ദവ, ആതീഹ ഹാദദ്ദവ. ഖലി ആതീഹ ഹാദദ്ദവ, മെഡിസിൻ അവൾക്ക് കൊടുക്കണേ എന്നായി. ആതീഹ ഹാദദ്ദവ, ഈ മെഡിസിൻ അവൾക്കൊന്ന് കൊടുക്കണേ, നൽകണേ. ഹോം ഡെലിവറി, ഫാർമസിസ്റ്റ് ആൻഡ് ഹോട്ടലുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലും തൗസീൽ എന്നാണ് ഡെലിവറിക്ക് പറയാം. തൗസീൽ മൻസിലി, ഹോം ഡെലിവറി. തൗസീൽ മൻസിലി പറയുന്നുണ്ടോ? തൗസീൽ മൻസിലി, ഹോം ഡെലിവറി, അല്ലേ? ഡേ ടൈം, നഹാർ. പകലിന് എന്താ പറയാ? നഹാർ, നഹാർ, ഡേ ടൈം, നഹാർ. മോർണിംഗ്, സ്വബാഹ്. എന്താണ്? സ്വബാഹ്, പകല്. നഹാർ, മോർണിംഗ്. സ്വബാഹ്, സ്വബാഹ്. നൂൺ, ഉച്ചക്ക്. നൂണിന് എന്ത് പറയും? ദുഹർ, ദുഹർ. എന്തോ? ദുഹർ, നൂൺ, ദുഹർ. അപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ ബിഫോർ എന്നത് ഖബൽ, അല്ലേ? ഖബൽ അദ്ദുഹർ, ബിഫോർ നൂൺ, ഉച്ചയ്ക്ക് മുമ്പ്. ഖബൽ അദ്ദുഹർ, ആഫ്റ്റർ. ബഅദ്, ബഅദ അദ്ദുഹർ, ആഫ്റ്റർ നൂൺ. ബഅദ ദുഹർ, ആഫ്റ്റർ നൂൺ. ബഅദ ദുഹർ. ഓക്കെ, നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? വിഷയമുണ്ടോ? എന്താണ് അവസ്ഥ? ഒരു മൂഡ് ഓഫ് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ. ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങനെ ഒരു ദിവസം കൊണ്ടൊക്കെ എത്രയൊക്കെ തരാൻ പറ്റുമോ? അതാണ് കേട്ടോ. ഈവനിങ്, മെസാ. ഈവനിങ്ങിന് എന്തോ? മെസാ, 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 ഈവനിങ്. നൈറ്റ്, ലൈൽ, ലൈൽ, നൈറ്റ്, ലൈൽ, ലൈൽ. ബെഡ് ടൈം, സ്ലീപ്പ് ടൈം എന്ന ബെഡ് ടൈമിന് പറയാം വക്ത് നൗം. വക്ത് നൗം, ഉറക്ക സമയം, അല്ലേ? വക്ത് നൗം, വക്ത് നൗം. തമാം, വക്ത് നൗം. ടയേർഡ്, ഐ ആം ടയേർഡ് എന്ന് പറയാൻ. ഐ ആം ടയേർഡ്. മെയില് പറയാ അന തഅബാൻ. ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം ടയേർഡ്. തഅബാൻ, തഅബാൻ, തഅബാൻ. ലേഡീസ് പറയാ തഅബാന. ലേഡീസ് അങ്ങനെ പറയും. ഐ ആം ടയേർഡ് അങ്ങനെ പറയാ അന തഅബാന, അന തഅബാന, ഐ ആം ടയേർഡ്. ഓക്കെ. ആർ യു ഇൻത തഅബാൻ, ടു മെയിൽ. ഇൻത തഅബാൻ, ടു ലേഡി. ഇൻതി തഅബാന, ഇൻത തഅബാൻ, ഇൻതി തഅബാന. പറയുന്നുണ്ടോ? ഇൻത തഅബാൻ,
inti ta'bana. Okay, for recovery. ലി ഒന്ന് പറയും ലി തആഫി മിൻ ഹാദൽ മറദ്, ഫോർ റിക്കവറി ഫ്രം ദിസ് ഡിസീസ്. ലി ഫോർ, തആഫി റിക്കവർ, സുഖാവാനും മാറിക്കിട്ടാന്. ലി തആഫി മിൻ ഹാദൽ മറദ്. ഹൗ ടു സേ ലി തആഫി മിൻ ഹാദൽ മറദ്? പറയണ്ടോ? ലി തആഫി മിൻ ഹാദൽ മറദ്. ഇനി അവിടെ എന്ത് പറയാം? ലി യശ്ഫി എന്നും പറയാം കേട്ടോ, സുഖാവാൻ വേണ്ടി എന്നുള്ളത് ലിയശ്ഫി. ലിയശ്ഫി എക്സ്പയർഡ് ആണെന്ന് എങ്ങനെ പറയാ? മുൻതഹി. സ്വലാഹിയ എന്നത് പാക്കേജ് ഡേറ്റ് എക്സ്പയർ എന്നുള്ള രീതിയാണ് സ്വലാഹിയ പറയുന്നത്. മുൻതഹി പറയാം, എക്സ്പയർഡ് ആണ്. മുൻതഹി, ജസ്റ്റ് മുൻതഹി. ഹാദാ, ഹാദാ, ദീസ്, ഇറ്റ്, ഹാദാ. ദീസ് ഇറ്റിന് എന്താ പറയാ? ഹാദാ മുൻതഹി. ഇത് എക്സ്പയർഡ് ആണ്. ഹാദാ മുൻതഹി. തമാം. റിവ്യൂ, മുറാജഅ. റിവ്യൂ, മുറാജഅ. റിവ്യൂ, മുറാജഅ. റിവ്യൂ, മുറാജഅ. ഫോളോ അപ്പ്, മുതാബഅ. ഫോളോ അപ്പിന് എന്താ പറയാ? മുതാബഅ. റിക്കവറി ടൈം എന്ന് പറയുമ്പോൾ വഖ്ത്. വഖ്ത് ലിയശ്ഫി. ഇനി എത്ര ടൈം എടുക്കുന്ന കേൾക്കൽ എങ്ങനെ? കം യഖുദ് എന്ന് പറയും. കം യഖുദ്. കം യഖുദ് ലിയശ്ഫി. സുഖാവൻ എത്ര ടൈം എടുക്കും അല്ലേ? കം യഖുദ് വഖ്ത്, ടൈം എത്ര എടുക്കും? കം യഖുദ് വഖ്ത്, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് എന്നാണ്. കം യഖുദ് വഖ്ത്. കം യഖുദ് വഖ്ത്. ഓക്കെ. അപ്ലൈ ദീസ് ഓയിൻമെന്റ്. അപ്ലൈ എന്നതിന് പറയാ തത്ബീഖ്, യത്താവിഖ് എന്നൊക്കെ നമുക്ക് കേൾക്കുമെങ്കിലും സ്പോക്കനിൽ പറയാ ദഹൻ എന്നാണ്. ദഹൻ എന്ത് പറയും? ദഹൻ. ഹാദാ മർഹം. നഅം. തമാം. തമാം, ഓക്കെ ആണോ? ദഹൻ, ഹാദാ മർഹം. അപ്ലൈ ദീസ് ഓയിൻമെന്റ്. ദഹൻ, ഹാദാ മർഹം. ഓക്കെ. മിക്സ് ദീസ് മെഡിസിൻ വിത്ത് വാട്ടർ. ഖല്ലത്ത് എന്നാണ് മിക്സിന് പറയാം, മൊത്തം മിക്സ്. അല്ലെങ്കിൽ ഷക്കല് എന്നും പറയും. ഷക്കല് ഓർ ഖല്ലത്ത്. ഖല്ലത്ത് ഹാദാ ദവാ മഅൽ മായി. ഹൗ ടു സേ? ഖല്ലത്ത് ഹാദാ ദവാ മഅൽ മായി. അല്ലല്ലോ, ഫോളോ അപ്പും റിവ്യൂവും വേറെ തന്നെയല്ലേ? ഖല്ലത്ത് ഹാദാ ദവാ മഅൽ മായി. ഓക്കെ. ഖല്ലത്ത് ഹാദാ ദവാ മഅൽ മായി. ഹൗ ടു സേ? പറയണ്ടോ? ഓക്കെ. ഖല്ലത്ത് കേട്ടോ. അല്ലെങ്കിൽ ഷക്കൽ എന്നും പറയാം. ഷക്കൽ, ദവാ, മെഡിസിൻ. ഷക്കൽ ഹാദാ ദവാ മഅൽ മായി. ഖല്ലത്ത് ഹാദാ ദവാ മഅൽ മായി. മിക്സ് ദീസ് മെഡിസിൻ വിത്ത് വാട്ടർ. തമാം. ഡയലൂട്ടിന് പറയാ ഖഫീഫ് എന്ന് പറയും. ഖഫീഫ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എന്നാണ്. സോഫ്റ്റ് എന്നാണ്. മുഖഫിഫ് എന്നത് മുഖഫഫ്, സോഫ്റ്റ് ആയത് എന്നാണ്. ഇപ്പൊ ഡയലൂട്ടഡ് എന്നുള്ളതിന് പറയാ മുഖഫഫ്. മുഖഫഫ്. ഓക്കെ. ഡയലൂട്ട്, ഖഫീഫ്. സവി, ഡു ഖഫീഫ് ബിൽമായി. വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി, കലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഖഫീഫ് പറയാം. മിക്സ്ഡ്, മുഷക്കൽ. മിക്സ്ഡ്, മിക്സ്ഡ് എന്തോ? മുഷക്കൽ. മുഷക്കൽ, മുഷക്കൽ. തൽക്കാലം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത്രയും ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ലെറ്റ് സ്ലീപ്പ്, സ്പ്രേ, ഐ ഫ്ലൂയിഡ്, ടാപ്പ് സ്പോഞ്ചിങ് ആൻഡ് സോൾട്ട്, സാൾട്ടഡ്, ചെക്കപ്പ് എല്ലാം വരുന്നുണ്ട് ഇതിൽ കേട്ടോ. ഓക്കെ. ഓക്കെ. തമാം. നമുക്ക് ടൈമിങ് കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആക്കാം നമുക്ക് കേട്ടോ. തമാം. ഓക്കെ. തമാം. മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് പറയാം കേട്ടോ. എനിക്ക് ഉടനെ തന്നെ സെഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷന്? നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ? മുഫീദ് എന്നാണ് ഹെൽപ്ഫുള്ളിന് പറയാം. മുഫീദ്. മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഓൺ ചെയ്യാം കേട്ടോ.
മുഫീദ്. നഅം. സ്പീഡ് ആയിട്ടൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓൺ ചെയ്യാം, മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ ആർക്കും. ആ യെസ്. നഅം യാ ഷേഖ തസ്നീം, പറഞ്ഞോളൂ. அல்ஹம்துலில்லா. எனக்கு வந்து கொஞ்சம் நிறைய வேர்ட்ஸ் இருந்தது. 1 வீக் தானே இருக்கு. Because it's been only 1 week, so I feel there is lot of words, new words. You should on practice. Inshallah. Practice. Okay, inshallah. നമ്മുടെ ഇതിലില്ലേ, ബാച്ചിലിരിക്കാം അല്ലേ? ഉണ്ടോ 25 ബാച്ച്. ഉണ്ടോ ആ ഉണ്ടോ അതിലെല്ലാം വരും, ഇതെല്ലാം റിപ്പീറ്റ് വരും ഇൻഷാല്ലാ. ബാച്ചില്. ഓക്കെ, ബാച്ച് ക്ലാസ് കുറവല്ല, എല്ലാം കിടക്കും. ഓക്കെ, இன்ஷால்லா. அங்கே ப்ராக்டிஸ் இருக்கு, ஆக்டிவிட்டிஸ் இருக்கு, எல்லாமே ஆகும்போ கிளியர் ஆகிடும். ஓகே, இன்ஷால்லா. Okay, okay. நோ ப்ராப்ளம். ഓക്കെ, നെക്സ്റ്റ് ആർക്കൊന്നും പറയാനില്ല? ക്ലിയർ ആണോ? ഹൗ ക്യാൻ ഐ ജോയിൻ യുവർ കോഴ്സ്? ഓക്കെ, ഞാൻ നമ്പർ ഇടാം കേട്ടോ. ജസ്റ്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നമ്പർ ഇടുന്നുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. تمام, just wait لو سمحتم. ഓക്കെ, ഹലോ, യെസ് പറഞ്ഞോളൂ. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് മാത്രമുള്ള കോഴ്സ് ഉണ്ടോ? മെഡിക്കൽ അതാ റിലേറ്റഡ് കോഴ്സാണ് ഇവിടെ ഉള്ളത്. അതാണ് ആ കോഴ്സിലാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് എത്രയാണ്, എത്ര ദിവസമാണ്, എന്താ ചാർജ്? അത് 3 months ഡ്യൂറേഷൻ ആണ്. ഞാൻ നമ്പർ എഴുതി ചാറ്റിൽ ഇടുന്നത്, നിങ്ങൾ എന്താക്കിയാൽ മതി, ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ, ഞാൻ നമ്പർ ഇടാട്ടോ. എല്ലാവരും ഉണ്ടോ? ചാറ്റിൽ ഇടാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു നമ്പർ കോണ്ടാക്ട് ചെയ്തല്ലോ ഈ ക്ലാസ്സിന് വേണ്ടിട്ട്, അവിടെ ചോദിച്ചാലും കിട്ടുമല്ലോ അല്ലെ ഡീറ്റെയിൽസ്? തീർച്ചയായിട്ടും അവരെടുത്താണ് ഇത് ഉണ്ടാവുക. ആ നമ്പർ തന്നെയാണിത്. നമ്പർ ഞാൻ ചാറ്റിൽ ഇട്ടുണ്ടാവും, കോണ്ടാക്ട് ചെയ്താൽ മതി. ഫായിസ് സാറാണ് കേട്ടോ. ഓക്കെ, വേറെ എല്ലാവർക്കും പറയാം കേട്ടോ. അന്ന് നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് എന്ത് ഡൗട്ട്സ് ചോദിക്കാനൊക്കെ വിട്ടുന്നു കംപ്ലീറ്റ്. നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും വന്ന് പറഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു സർ. മാഷാ അല്ലാഹ്. ഷേഖ ജിഷാന, നമ്മുടെ കോഴ്സ് ഒക്കെ എങ്ങനെ? നല്ലതായിട്ട് പോകുന്നുണ്ട്. ഉഷാറല്ലേ? ഉഷാറാ. സ്പീക്കിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ? അൽഹംദുലില്ലാ, ഇതുവരെ ഉള്ളത് കിട്ടുന്നുണ്ട്. ഓക്കെ, റെഡി ആവട്ടെ. പുതിയ ബാച്ച് അല്ലേ അല്ലേ? ഓക്കെ, തമാം. അപ്പൊ ആർക്കും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് എന്താണ് വൈൻഡപ്പ് ചെയ്യണേ. റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. മഷ്കൂർ ജിദ്ദൻ. നെക്സ്റ്റ് വീക്കിലും ഇതേ ടൈമിൽ ഉണ്ടാവും ബിഇദ്നില്ലാഹ്. അഷ്കുറുക്കും ജസീല. മഅസ്സലാമ. തമാം. ഓക്കെ എന്നാട്ടോ. ഇലാ ലിഖാ ഇൻഷാ അല്ലാഹ്.